നിങ്ങളുടെ ജീവിതം മാറാതെ ഒരേ ഒരു കാരണത്താണ്. നിങ്ങൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല അല്ലെ? നിങ്ങളുടെ ജീവിതം മാറാത്തതിന്റെ കാരണം ദൈവമല്ല, അതുപോലെ തന്നെ വിധിയെ പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ജീവിതം മാറാത്തതിന് ഈ ഒരു കാരണത്താലാണ്. ഹായ്, എന്റെ പേര് നിഷ, ലൈഫ് കോച്ച്. പലരും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്റെ ജീവിതത്തിൽ, പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കൃത്യമായി രാവിലെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം എങ്ങനെയാ സംഭവിക്കേണ്ടത്? നിങ്ങൾ ഇപ്പോഴും കംഫർട്ട് സോണിന്റെ ഉള്ളിലല്ലേ ഉള്ളത്. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ ജീവിതം മാറേണ്ടത്? ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ എപ്പോ പുറത്തു വരുന്ന അപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോ ഒരു ഷെല്ലിന്റെ ഉള്ളിലാവില്ല, ആ ഷെല്ല് പൊട്ടിച്ച് എന്ന് പുറത്തു വരുന്നോ അന്ന് മാത്രമേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടൂ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തേ തരും. ഇനി ഞാൻ എനിക്കെതിരെ ജീവിക്കില്ല. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? നിങ്ങളിപ്പോ ആ കംഫർട്ട് സോണിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. എന്നാ കംഫർട്ട് സോണ് ഏതായി? കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് നിങ്ങളിപ്പോ ഉള്ളത്. അതുപോലെ നോ പറയേണ്ട സാഹചര്യം വന്നിട്ടും നോ പറയാൻ എപ്പോഴും പേടിയാണ് നിങ്ങൾക്ക്. അതുപോലെ ഇഷ്ടമില്ലാത്ത ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് മറ്റൊന്ന്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ലൈഫ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ പിന്നെ എന്നാ പറയാ, എന്നെ മാത്രം ദൈവത്തിന് ഇഷ്ടമല്ല, എനിക്ക് മാത്രം ദൈവം ഒന്നും തരുന്നില്ല എന്നല്ലേ? അപ്പോ നിങ്ങൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കംഫർട്ട് സോണിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം പുറത്തു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ടയേർഡാണല്ലേ? എങ്ങനെ ടയേർഡായത്? നിങ്ങൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അഭിനയിച്ചിട്ടാണ് നിങ്ങൾ ടയേർഡായത്. ഹാപ്പി അല്ലാതെ റിലേഷൻഷിപ്പ്, ഹാപ്പി അല്ലാതെ ജോബ്, ഹാപ്പി അല്ലാതെ ലൈഫ്, ഇതെല്ലാം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, അതിൽ നിന്ന് പുറത്തു വരണോ വേണ്ടിയോ എന്ന്. ഒരു നല്ല ലൈഫ് വേണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ സത്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയായാൽ നിങ്ങൾ ഹാപ്പി ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു ദിവസം നിങ്ങൾ ഒരു ചെറിയ ചേഞ്ച് മാറ്റം വരുത്തിയാൽ മതി. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആരുടെ അനുവാദവും വേണ്ട, നിങ്ങൾ ഒരാൾ മതി. ഇനിയും നിങ്ങൾ ലേറ്റ് ആയെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആരുടെ അനുവാദവും വേണ്ട, നിങ്ങൾ ഒരാളെ ഉള്ളൂ. ഇനിയും ലേറ്റ് ആയെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ലേറ്റായ ജീവിതം ജീവിക്കുന്നതെന്നല്ലേ ലേറ്റായി നല്ലൊരു ജീവിതം ജീവിക്കുന്നതിലല്ലേ നല്ലത്? നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ കമന്റിൽ പറയൂ, ഞാൻ മാറും. അപ്പൊ നിങ്ങളൊരു നല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ സെഷനിലേക്ക് വരാം. അതുപോലെ തന്നെ എന്റെ ഗ്രൂപ്പ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഈ സെക്കൻഡ് ബാച്ച് ഫെബ്രുവരി 1 തുടങ്ങുന്നുണ്ട്. അപ്പോ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു.